പള്ളിയിൽ നമ്മൾ ഉണ്ടെങ്കിലേ നിനക്ക് 2 സുരക്ഷയാണ്. എത്ര ആളുകളുണ്ട് ഇമാമ് സലാം വീട്ടിയിട്ട് പോലും പള്ളിയിൽ വരാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. അവന്റെ സൗകര്യം, അവന്റെ കട, അവന്റെ ഷോപ്പ്, അവന്റെ വണ്ടി, അവന്റെ ജോലി തിരക്ക് അതൊക്കെ കഴിഞ്ഞിട്ടേ പള്ളിയുള്ളൂ. എന്തുണ്ട് കാര്യം? കുത്തിബലഹു ബറാഅതാനി, 2 സുരക്ഷയാണ് അവൻ അല്ലാഹു കൊടുക്കുന്നത്. ബറാഅത്തും മിനന്നാർ, ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനം. ഇത് വേണോ? ഈ പണി ചെയ്യണം. വബറാഅത്തും മിനൻ നിഫാഖ്, കാപട്യത്തിൽ നിന്നുള്ള മോചനം. മനസ്സിലിങ്ങനെ ഒരു കാപട്യത്തിന്റെ ത്വര, സ്വഭാവത്തിലും സംസാരത്തിലൊക്കെ ഇസ്ലാമിന്റെ കോലവും മനസ്സിന്റെ ഉള്ളിൽ മറ്റു ചില ചിന്തകളുമായി കടന്നു വരുന്നുണ്ടോ? മോചനം ലഭിക്കാനുള്ള മാർഗം സുന്നത്ത് നമസ്കാരങ്ങളിലുള്ള കൃത്യമായ നിലപാട് നമുക്കുണ്ടോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. മൻ സ്വല്ലാ ഖബ്ല അൽ-ളുഹ്രി 4, ഒരു മനുഷ്യൻ ളുഹ്ർ നമസ്കാരത്തിന്റെ മുമ്പ് 4 റക്അത്ത് നമസ്കരിച്ചു. വബഅദഹാ 4, ളുഹ്റിന്റെ ശേഷം അയാൾ 4 റക്അത്ത് നമസ്കരിച്ചു. മൊത്തം 12 റക്അത്ത്. ളുഹ്റിന്റെ മുമ്പ് 4, ളുഹ്ർ 4, ളുഹ്റിന് ശേഷം 4. ഫർളിന്റെ കാര്യം ഇവിടെ സംസാരമില്ല. ഈ സുന്നത്തായ 4 നമസ്കരിച്ചാൽ ഹറമഹുല്ലാഹു അലന്നാർ, ആ വ്യക്തിക്ക് നരകം നിഷിദ്ധമാക്കപ്പെടും. നമ്മളൊക്കെ ളുഹ്റിന്റെ മുമ്പ് 2 ഉള്ളൂ, ളുഹ്റിന് ശേഷവും അധികവും 2 ഉള്ളൂ നിർവഹിക്കുന്നവർ. യാത്രക്കാരുടെ കാര്യത്തിൽ അവർക്ക് സുന്നത്ത് നമസ്കാരങ്ങൾ ബാധകമല്ല. അല്ലാത്തിടത്തോളം കാലം ഇത് ചെയ്യാൻ ശ്രമിച്ചാൽ എന്തിനാ പ്രിയപ്പെട്ടവരെ? ഹറമഹു അല്ലാഹു അലന്നാർ, നരകം ആ വ്യക്തിക്ക് നിഷിദ്ധമാക്കുകയാണ്. ഇങ്ങനത്തെ വഴിയിലേക്ക് നമ്മൾ എത്തിപ്പെടണം. എന്നിട്ട് വേണം നമുക്ക് റബ്ബിനോട് നരകമോചനത്തിന് ചോദിക്കാൻ. വൽബുകാ, അല്ലാഹനെ ഓർത്ത് കരയുന്ന മനസ്സുണ്ടോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയതാ. മക്കൾക്ക് അസുഖം ബാധിച്ചു, വിങ്ങി പൊട്ടൂലേ നമ്മൾ? പ്രിയപ്പെട്ട മാതാവിന്റെ പിതാവിന്റെ ജനാസ വീട്ടിലങ്ങ് കൊണ്ടുവന്ന് വെച്ചപ്പോ നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ വിങ്ങലോടെ പൊട്ടിക്കരഞ്ഞവരാണ്. ജീവിതത്തിന്റെ പലതരം പ്രതിസന്ധി കടന്നു വന്നപ്പോ അറിയാതെ കണ്ണീര് പൊഴിച്ചവരാണ് ഞാനും നിങ്ങളും. പക്ഷേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തുള്ളി കണ്ണുനീരുണ്ട്. അത് നമുക്ക് വന്നിട്ടുണ്ടോ? ഒരു മനുഷ്യനെ നരകം സ്പർശിക്കൂല. അല്ലാഹനെ കുറിച്ചോർത്ത് കരഞ്ഞിട്ടുള്ള മനുഷ്യൻ. 10-20 ദിവസമായി നമ്മൾ രാത്രി നിസ്കരിക്കണു. എത്ര ആയത്ത് നമ്മളെ കരയിപ്പിച്ചു. ഇഅ്തികാഫിരിക്കാൻ പോവുകയാണ്, എത്ര സമയം ഒറ്റക്കിരുന്ന് നമ്മൾ കരഞ്ഞു. അല്ലാഹനെ ഓർത്ത്, പരലോകത്തെ ഓർത്ത്, നരകത്തെ ഓർത്ത്, നാളെ റബ്ബിന്റെ മുമ്പിൽ ഒറ്റക്ക് നിൽക്കേണ്ടുന്ന ദയനീയമായ രംഗത്തെ കുറിച്ചോർത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു വിങ്ങിപ്പൊട്ടലുണ്ടായിട്ടുണ്ടോ? ലാ യലിജന്നാർ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹനെ കുറിച്ചോർത്ത് കരയുന്ന കണ്ണുകളുണ്ടോ? അവനാണ് അല്ലാഹു തആല നരകം തടയപ്പെടുകയാ. എത്രത്തോളം ഗ്യാരണ്ടിയാണ്? ഹത്താ യഊദൽ ലബനു ഫിൽ ദറഇ, കറന്നെടുത്ത പാല് അതിന്റെ അകിട്ടിലേക്ക് തിരിച്ചു കയറുന്നത് വരെ അവൻ നരകത്തിലേക്ക് പ്രവേശിക്കൂല. പറ്റുമോ? കറന്നെടുത്ത പാല് തിരിച്ചകട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇല്ല. അതുപോലെ ഇവൻ നരകത്തിലേക്ക് പ്രവേശിക്കില്ലെന്ന്. വലാ യജ്തമിഉ ഗുബാറുൻ ഫീ സബീലില്ലാഹ് വദുഖാനു ജഹന്നം, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പൊടി പുരണ്ടവനാണെങ്കിൽ നരകത്തിന്റെ പുക അവനിൽ ഒരുമിക്കില്ല. ദുനിയാവിൽ അള്ളാന്റെ മാർഗത്തിൽ നമ്മുടെ ശരീരത്തിൽ വസ്ത്രത്തിൽ പൊടി പുരണ്ടിട്ടുണ്ടെങ്കിൽ പരലോകത്ത് നരകത്തിന്റെ പുക അവനിൽ ബാധിക്കില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാ. മൻ യഗ്ബറത് ഖദമാഹു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ തന്റെ കാൽപാദങ്ങൾ പൊടി പുരണ്ടങ്ങ് നടന്നു പോയാൽ ഹറമഹു അലന്നാർ, അവനിൽ നരകം നിഷിദ്ധമാണ്. നമ്മളെ ഡ്രസ്സിൽ അഴുക്കായി. ദീനിന്റെ മാർഗത്തിൽ നമ്മുടെ ശരീരത്തിൽ പൊടി പുരണ്ടു. പള്ളിയിലേക്ക് പോകുമ്പോ, നിസ്കാരത്തിന് പോകുമ്പോ, ജുമുഅക്ക് വരുമ്പോ
എങ്കിൽ അള്ളാന്റെ മാർഗത്തിലുള്ള പൊടി പുരണ്ടാൽ അവൻ നരകത്തിലില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അതേപോലെ തന്നെ മാന്യമായ ലോലമായ വിനയം നിറഞ്ഞ താഴ്മയുള്ള നല്ല സ്വഭാവം നമുക്കുണ്ടോ? നരകത്തിലെത്തൂല. മൻ കാന ലയ്യിന സഹിലൻ ഹയ്യിന ഹറമഹുല്ലാഹു അലന്നാർ. ചില്ലറ കാര്യല്ല, സ്വഭാവം നന്നാവൽ. മൻ കാന ലയ്യിന, ലോലനായ പെരുമാറ്റമുണ്ടെങ്കിൽ, സഹിലൻ എളുപ്പകരമായുള്ള പെരുമാറ്റമുള്ളവൻ, ഹയ്യിനൻ വിനയാന്വിതനായ പെരുമാറ്റമുണ്ടെങ്കിൽ എങ്കിൽ അല്ലാഹു തആല നരകം അവന് നിഷിദ്ധമാക്കുകയാണ്. അങ്ങനത്തെ ആളുകൾക്കൊന്നും അവിടെ പോകാൻ പറ്റില്ല. അതൊരു വലിയ സ്വഭാവമാണ്. സുഹൃത്തുക്കളെ, എന്തിനിതെന്ന് രക്ഷപ്പെടണം? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തിന് രക്ഷപ്പെടണം? ദുനിയാവിലെ ഒരു തീപ്പെട്ടിയുടെ ചൂട് സഹിക്കാൻ കഴിയാത്തവരാണ് നമ്മൾ. ഗ്യാസിന്റെ മുമ്പിൽ കൈവെക്കാത്തവരാണ് നമ്മൾ. എല്ലാ ബിൽഡിങ്ങിലും ഫയർ ആൻഡ് സേഫ്റ്റിയുടെ നിയമങ്ങൾ പാലിക്കുന്നവരാണ് നമ്മൾ. ഈ ലോകത്ത് ചൂടിനേക്കാൾ ജുസ്അം മിൻ 70 ഹുറാ, നബി പറഞ്ഞു കൊടുക്കുകയാണ്, ദുനിയാവിലെ ചൂടിനേക്കാൾ 70 ഇരട്ടി ചൂടാണ് നരകത്തിന്. സ്വഹാബത്ത് പറയാണ്, നബിയെ എന്തിനാ 70? ഒരിരട്ടി പോലും ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലല്ലോ. നമ്മൾ ചിന്തിച്ചോ? ദുനിയാവിലെ ചൂടിനേക്കാൾ 69 70 ഇരട്ടി ശക്തമായ ചൂടുള്ള ഈ നരകം ഇങ്ങനെ ആളി കത്തിക്കുകയാണ്. സാധാരണ ഏത് തീയാണെങ്കിലും കുറച്ചു സമയം അങ്ങ് നിന്ന് കത്തിക്കഴിഞ്ഞാൽ അത് പതുക്കെ ഇങ്ങനെ അണയാൻ തുടങ്ങും. എന്നാൽ നരകത്തിന്റെ തീയിനെ പറ്റി പറഞ്ഞത് കുല്ലമാ ഖബത് വസിദ്നാഹും സഈറാ, എപ്പോഴെങ്കിലും അതങ്ങനെ അണഞ്ഞു തുടങ്ങിയാൽ അല്ലാഹു അതിനെ ആളി കത്തിച്ചു കൊണ്ടിരിക്കും. സഹോദരങ്ങളെ, കെടൂല. എത്ര വിഷമൊന്നാലോചിച്ച് നോക്ക് നിങ്ങൾ. നരകത്തിലേക്ക് കൊണ്ടുപോയി ഇടുന്ന മനുഷ്യന്റെ രംഗം പറയാ. അവന്റെ കൈകൾ ബന്ധിക്കുകയാണ്, കാലുകൾ ബന്ധിക്കുകയാണ്, 70 മുഴം നീളമുള്ള ചങ്ങലയിൽ അവനെ ബന്ധിക്കുകയാണ്. ഇതൊക്കെ ഒരു തമാശയായി ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ഇത് കേവലം ഒരു നാടകമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ മനസ്സ് പരിശോധിച്ചോ. നിന്റെ മനസ്സിനുള്ളിൽ ഈമാൻ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഈ പരിഹാസങ്ങൾക്കൊന്നും ഒരു നിലക്കുമുള്ള യാതൊരു തെളിവുകളുമില്ല. അള്ളാഹുവിന്റെ ഖുർആനിൽ വരെ പറയാണ്, അവന്റെ കൈകളും ശരീരവും ബന്ധിപ്പിക്കും, തിളച്ചുമറിയുന്ന ഹമീം എന്ന വെള്ളത്തിലൂടെ വലിച്ചെറിയും. സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിൽ ഒരു തീപ്പൊള്ളലേറ്റാൽ കൈകൊണ്ടൊന്ന് തടുകാൻ, ശരീരമൊന്ന് വേണമെങ്കിൽ ഒന്ന് ഒഴിയാൻ നമുക്ക് പറ്റും. ഇന്ന് നമ്മുടെ കൈകൾ സ്വതന്ത്രയാണ്. എന്നാൽ നരകത്തിലേക്ക് വലിച്ചെറിയുന്നവന്റെ കൈകൾ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. ഒന്ന് തടയാൻ സാധിക്കില്ല. فليس له اليوم هاهنا حميم. നാട്ടിൽ എന്തൊക്കെ പ്രശ്നം വന്നു, വീട്ടിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ വന്നു, കല്യാണത്തിന്റെ ചെലവുകൾ വന്നു, അറയുണ്ടാക്കേണ്ട ചെലവുകൾ വന്നു, ഹോസ്പിറ്റൽ കേസുകൾ വന്നു, കുടുംബക്കാരെല്ലാരും സഹകരിച്ചു. എന്നാൽ നരകത്തിന്റെ മുമ്പിൽ ഒരു പുയാപ്പിളയും വരാനില്ല, ഒരു കാരണവും വരാനില്ല, ഒരു നാട്ടിലെ ഒരാളും നമ്മെ രക്ഷിക്കാനില്ല. ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം. ഒരൊറ്റ ഉറ്റ ബന്ധു പോലും നിന്നെ രക്ഷിക്കാൻ അന്ന് വരൂല. എല്ലാവരും അവനവന്റെ പേടിയുടെ ലോകത്താണ്. തിളച്ചു മറിയുന്ന വെള്ളമാണ് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. കുടിക്കാൻ വേണ്ടി ദാഹിച്ച് ശമനത്തിന് വേണ്ടി ഒരൽപ്പം കുടിനീര് കിട്ടാൻ വേണ്ടി അവർ ചോദിക്കുമ്പോ തീനത്തുൽ ഖബാൽ എന്ന ദുർഗന്ധം പേറിയ വെള്ളം കൊടുക്കും. എന്താണ് നബിയെ തീനത്തുൽ ഖബാൽ? അറഖു അഹ്ലിന്നാർ, നരകക്കാരുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന വെള്ളമാണ്. മറ്റൊരാളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന വയർപ്പ് കുടിക്കുമോ നമ്മൾ? മറ്റൊരാളുടെ ഉമിനീര് നമ്മുടെ മേലായാൽ നമ്മൾ തുറിപ്പിച്ചു നോക്കുന്നവരല്ലേ പ്രിയപ്പെട്ടവരെ? നരകത്തിലെ മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന്, ഗുഹ്യഭാഗത്ത് നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചീഞ്ചനമാണ് നരകാവകാശി കുടിക്കപ്പെടുന്നത്. എന്തിനിത് നേരത്തെ പറയണം? ഇതൊന്ന് രക്ഷപ്പെടാൻ നോക്കിക്കോ. കുഫ്ർ ചെയ്യുന്ന മനുഷ്യ, നിന്റെ കുഫ്ർ അവസാനിപ്പിച്ചോ. ഉലൈക ഹും വഖൂദുന്നാർ. കാഫിരീങ്ങൾ നരകത്തിലാണ്, അവിടുത്തെ ഇന്ധനമാണ്. മുനാഫിഖീങ്ങൾ നരകത്തിലാണ്, നരകത്തിന്റെ അടിത്തട്ടിലാണ്. കാഫിരീങ്ങൾ എന്ന് പറയുമ്പോ ആരൊക്കെയാ? ചില ഉദാഹരണം പറയാ ഹദീസിൽ. ഇമ്രഅത ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. വമ്രഅത നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ.
ആരാ? നബിന്റെ ഭാര്യ, നബിമാരുടെ ഭാര്യമാർ. സുഹൃത്തുക്കൾ, ഞങ്ങൾ തങ്ങൾ കുടുംബാണ്, ഞങ്ങൾ വലിയ പാരമ്പര്യമുള്ള കുടുംബാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന മേനി പറയുന്നവരെ, പ്രവാചകന്മാരുടെ ഭാര്യമാർ കാഫിരീങ്ങളായി നരകത്തിലാണെങ്കിൽ മഹിമയും ത്വരീഖത്തിന്റെയോ തങ്ങൾ കുടുംബത്തിന്റെയോ പോരിശ പറഞ്ഞ് നടന്നതുകൊണ്ട് ആരും സ്വർഗത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കണ്ട. അതേപോലെ തന്നെയാണ് അബൂലഹബ് അടക്കമുള്ള നബിന്റെ കൂടെ ജീവിച്ചിട്ട് പോലും കുഫറിലാണ് മരിക്കുന്നത്. ആല് ഫിർഔനിന്റെ ആളുകളായി മൂസാ നബി അലൈഹിസ്സലാമിന്റെ അത്ഭുതം കണ്ടിട്ട് പോലും വിശ്വസിക്കാത്ത കാഫിരീങ്ങൾ പോലും ഒക്കെ ആലോചിക്കണം നമ്മൾ. മുനാഫിഖീങ്ങളെ അവർ ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ താഴെ തട്ടിലായിരിക്കും. പിന്നെ കാണാമ ഷിർക്ക് ചെയ്യുന്നവർ, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചവർ, ഏതെങ്കിലും നിമിഷഘട്ടങ്ങളിൽ, ഏതെങ്കിലും പ്രതിസന്ധികളിൽ, എന്തെങ്കിലും കാരണത്താൽ അറിഞ്ഞോ അറിയാതെയോ ഷിർക്കിൽ അകപ്പെട്ടവരുണ്ടെങ്കിൽ അവർ തൗബ ചെയ്തോളൂ. വമഅവാഹുന്നാർ, അവന്റെ സങ്കേതം നരകമായിരിക്കും. ഇതൊക്കെ കാരണങ്ങളാ. ഈ കാരണങ്ങളിൽ നമ്മൾ രക്ഷപ്പെടണം. സ്വർഗക്കാരായ ആളുകൾ നരകക്കാരോട് വന്ന് ചോദിക്കുകയാണ്, മാ സലകക്കും ഫീ സഖർ, സഹോദരാ നിങ്ങളെ നാട്ടിൽ കണ്ടിരുന്നല്ലോ, ഇന്ന് നിങ്ങൾ എങ്ങനെയാ നരകത്തിൽപ്പെട്ടത്? നിങ്ങൾ എങ്ങനെ ഈ നരകത്തിൽപ്പെട്ടു? കാലു, അവര് പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല. ആണോ? അല്ല, അവർക്ക് വ്യക്തമായി അറിയാം. കാലു, അവര് പറയുന്നു, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ 5 നേരം നമസ്കരിക്കുന്നവരായിരുന്നില്ല. നമ്മുടെ മഹല്ലിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കടയിൽ, നമ്മുടെ പരിചയത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ നിസ്കരിക്കാൻ വരുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പണി എന്താ? ആദ്യത്തെ പണി അദ്ദേഹത്തെ നമസ്കാരത്തിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള ശ്രമം ഉണ്ടാവണം. മഹല്ലുകൾ ശാക്തീകരിക്കേണ്ടത് അവിടെയാണ്. മാ സലകക്കും ഫീ സഖർ, കാരണം പറഞ്ഞു, ലം നകു മിനൽ മുസല്ലീ, ഞങ്ങൾ നിസ്കരിക്കൂലായിരുന്നു. പിന്നെ വലം നകു നുത്ഇമുൽ മിസ്കീൻ, സാധുക്കൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കൂലായിരുന്നു. മനുഷ്യന്മാരോടൊരു ദയയും കാരുണ്യവും അലിവും ഞങ്ങൾക്കില്ലായിരുന്നു. അടുത്തത് വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, നാട്ടിൽ പല തോന്നിവാസങ്ങളും നടന്നിരുന്നു, ഞങ്ങൾ അതിലെല്ലാം മുഴുകിയിരുന്നു. ശ്രദ്ധിച്ചോളിയും, എല്ലാരും ചെയ്യണ്ടല്ലോ, അവൻ ചെയ്യണ്ടല്ലോ, അവരൊക്കെ ചെയ്യണ്ടല്ലോ. ഈ കാരണങ്ങൾ ഒരു കാരണമല്ല. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, ഞങ്ങൾ പരലോകത്ത് നിഷേധിച്ച് നടക്കുകയായിരുന്നു. ഇതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ നരകത്തിൽ എത്തിപ്പെട്ടത്. സൂറത്ത് തൗബയിൽ പറയാണ്, സകാത്ത് കൊടുക്കാൻ മടി കാണിച്ച ആളുകൾ. എല്ലാവരും ശ്രദ്ധിച്ചോ, എത്രയോ ക്ലാസ് നമ്മൾ കേട്ടു, എത്ര ഖുത്ബ കേട്ടു. ഇനിയും അതിലേക്ക് വരാത്തവരോടാണ് ഖുർആൻ പറഞ്ഞത്, അവൻ പരലോകത്ത് വരും, അവൻ കൂട്ടിയുണ്ടാക്കിയ സ്വർണത്തിന്റെ വെള്ളിയുടെ നിധികളുമായി, കൂമ്പാരങ്ങളുമായി വരും. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, അവന്റെ ആ സമ്പത്ത് ചൂടാക്കി നരകത്തിലിട്ട് ചൂടാക്കിയിട്ട് എവിടെയൊക്കെയാ തുക്വാബിഹാ ഹിബാബുഹും, അവന്റെ ജുനൂബുഹും വളുഹൂറുഹും, അവന്റെ മുതുകത്ത്, അവന്റെ പാർശ്വഭാഗത്ത്, അവന്റെ ശരീരഭാഗത്തിട്ട് ചൂടാക്കി അത് വെച്ചു കൊടുക്കും. അവൻ ഉണ്ടാക്കിയ സമ്പത്തിന് സക്കാത്ത് കൊടുക്കാത്തവൻ നരകം അനുഭവിക്കേണ്ടി വരും. കച്ചവടക്കാര് ശ്രദ്ധിച്ചോ, വൈലുൽ മുതഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശമുണ്ട്. സക്കാത്ത് കൊടുത്തുകൊണ്ട് മാത്രമായില്ല, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവനാണോ നിനക്ക് നാശമുണ്ട്, നരകമുണ്ട്. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ, ജനങ്ങളുടെ അളവിൽ കൃത്രിമം കാണിക്കാം. ചില കച്ചവടക്കാരുണ്ട്, അവരിങ്ങനെ വിചാരിക്കും, താൻ ഒരുത്തനെ നന്നായിട്ട് അങ്ങോട്ട് പറ്റിച്ചു കഴിഞ്ഞാല് ഇവന്റെ മനസ്സിൽ പിശാച് തോന്നിപ്പിക്കും, നീയാണടാ പഠിച്ച കച്ചവടക്കാരൻ, നീയൊക്കെ ആള് ജീവിക്കാൻ പഠിച്ചിട്ടുണ്ട്, നീ ആള് കൊള്ളാം. പിശാച് അവന് നന്നാക്കി തോന്നിപ്പിക്കും, അവൻക്ക് ഞാൻ ആരൊക്കെയോ ആയി എന്ന് തോന്നിക്കും. ആ പൊട്ടനെ ഞാൻ പറ്റിച്ചു എന്ന തോന്നലുണ്ടാക്കുമെങ്കിൽ നിനക്ക് പറ്റിക്കാൻ പറ്റുന്നത് മനുഷ്യരെയാണ്. നാളെ മലക്കുകളുടെ മുമ്പിൽ നരകത്തിന്റെ കാവൽക്കാര് മാലാകമാരാണ്.
ഗിലാദുൻ ശിദാദ്, ശക്തരായ മല്ലന്മാരാണ്. നരകത്തിന്റെ മുമ്പിൽ നീ അനുഭവിക്കേണ്ടി വരുമെന്ന ചിന്തയുണ്ടാവട്ടെ. അളവൊരൽപ്പം കുറഞ്ഞാലും വരുമാനം കുറഞ്ഞാലും ഒരു മനുഷ്യനെ ഞാൻ പറ്റിച്ചു എന്നൊരിക്കലും പറയേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. അതേപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഭൂരിഭാഗം വരുന്ന മനുഷ്യര്, ഭൂരിഭാഗം വരുന്ന ജിന്ന് വർഗക്കാര് നരകത്തിലെത്തി. കാരണം ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, കൽബുണ്ട്, ചിന്തിക്കൂല. അതൊക്കെ പണയം വെച്ച് നടക്കുക. എത്ര വഅദ് കേട്ടാലും ഈ മിമ്പറിൽ നിന്ന് തന്നെ, ഈ സദസ്സിൽ ഇരുന്നു കൊണ്ടുപോലും നിരവധി തവണ എത്ര വചനങ്ങൾ കേട്ടിട്ടും ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, കൽബുണ്ട്, പക്ഷേ പറയണതൊന്നും ചിന്തിക്കുന്നില്ല. ഇനി കാതുണ്ട്, വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, നല്ല പവർഫുൾ ചെവിണ്ട്, കേൾക്കേണ്ടതവൻ കേൾക്കണില്ല. വലഹും അഅ്യുനുൻ, കണ്ണുകളുണ്ട്, നേത്രങ്ങളുണ്ട്, ലാ യുബ്സിറൂന ബിഹാ, കാണേണ്ടതവൻ കണ്ണ് തുറന്ന് കാണുന്നില്ല. എന്താ അല്ലാഹു പറഞ്ഞത്? ഇവരെ കൊണ്ട് നരകം നാം നിറച്ചിരിക്കുകയാണ്. ബഹുഭൂരിഭാഗം വരുന്ന ഈ ജനങ്ങളെ ആ നരകത്തിൽ നിറച്ചിരിക്കുക ഈ കാരണം കൊണ്ട്. നരകക്കാരായ ആളുകൾ അവിടെ പ്രവേശിക്കുന്ന സമയത്ത് പറയാണ്, ദുനിയാവിൽ ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് ഉപദേശങ്ങളും തൗഹീദും ഇസ്ലാമും ആഖിറവും എല്ലാം പറഞ്ഞു തന്നിരുന്നു. പക്ഷെ ഞങ്ങൾ അന്നത് അത്ര വലിയ ഗൗരവമായി കണ്ടില്ല. നമ്മുടെയൊക്കെ നാട്ടിന്റെ ഒരു സ്ഥിതി അതാണ്. അത് പറയുന്നോ പറയാ, കേൾക്കുന്നവൻ ഒരു ചെവിയിൽ നിന്ന് മറ്റേ ചെവിയിലൂടെ അങ്ങ് മാറ്റി വിടാം. പറ്റുമെങ്കിൽ പറഞ്ഞ ആളെ രണ്ട് അഭിപ്രായം പറഞ്ഞ് കമന്റ് പാസ്സാക്കുക. നരകത്തിന്റെ മുമ്പിലെത്തുമ്പോ ഇവൻ പറയുന്നു, ബഖാലൂ ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു, ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ആളിക്കത്തുന്ന ഈ നരകത്തിൽ ഞങ്ങൾ വീഴൂലായിരുന്നു. അന്ന് അത് ചിന്തിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല, അവിടെ മാറി വരാനുള്ള സമയമില്ല. ഇന്ന് ചിന്തിച്ചോ, ഈ റമദാനിന്റെ അവസാനത്തെ നാളുകളിൽ അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന ഒരു ജുമുഅ ദിനത്തിൽ പടച്ചറപ്പിന്റെ കലാം നമ്മുടെ ഹൃദയത്തിനകത്ത് കയറി വരുന്നില്ലെങ്കിൽ ഒന്ന് ആവർത്തിച്ച് ചിന്തിച്ചോ, ഞാൻ കേട്ടിരുന്നെങ്കിൽ, ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്നീ നരകത്തിന്റെ അകത്തേക്ക് പെടൂലായിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ, സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് വലിയ ആൾക്കൂട്ടം നരകത്തിലുണ്ട്. രണ്ട് വലിയ ആൾക്കൂട്ടം. ഒന്ന് റിജാലുൻ, കുറച്ചാളുകളാണ്, ബിഐദീഹിം സിയാത്തുൻ, അവരുടെ കൈകളിൽ ചാട്ടവാറാണ്, കാദിനാബിൽ ബഖരി, പശുവിന്റെ വാല് പോലെ, പശുവിന്റെ വാല് പോലുള്ള വലിയ ചാട്ടവാറുണ്ട് അവരുടെ കയ്യിൽ. എന്തിനാ? യദ്രിബൂന ബിഹന്നാസ്, ജനങ്ങളെ ഉപദ്രവിക്കാൻ, അടിക്കാൻ. ജഹാംഗീർപൂരിലെ, ഡൽഹിയിലെ ബുൾഡോസറുകൾ നിരത്തുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്, അവർക്ക് ദുനിയാവിൽ നിരത്താം, ഇന്ത്യയുടെ സൗഹാർദ്ദം തകർക്കാം. കേരളത്തിൽ പ്രതികാരമോഹികളായി കൊലപാതകം ചെയ്യുന്ന മനുഷ്യരെ, നീ കേരളത്തിന്റെ സൗഹാർദ്ദവും സമാധാനവും മുസ്ലിമീങ്ങളുടെ പോലും ഇസ്സത്താണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അള്ളാന്റെ പരലോകത്തൊരു സംവിധാനമുണ്ട്. ഇവിടെ എന്ത് തന്നെ ചെയ്തു കൂട്ടിയാലും ജനങ്ങളെ മർദ്ദിച്ച ആളുകൾ, ഉപദ്രവിച്ചവർക്ക് നാളെ നരകത്തിലാണ് മഹാസ്ഥാനം കൊടുക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത്. ഇത് കേട്ടോ, നമ്മുടെ ഉമ്മയെ കുറിച്ചാണോ, നമ്മുടെ ഭാര്യനെ കുറിച്ചാണോ, നമ്മുടെ പെൺകുട്ടിനെ കുറിച്ചാണോ? നിസാഉൻ, ചില സ്ത്രീകളുണ്ട്, കാസിയാത്തുൻ, അവര് വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പർദ്ദ വരെ ധരിച്ചിട്ടുണ്ടാവും. പക്ഷേ ആരിയാത്തുൻ, എന്നിട്ടും വിവസ്ത്രകളാണ്. പെരുന്നാൾ വരാൻ പോവാ, വസ്ത്രം എടുക്കാൻ പോവാണ്. നമ്മൾ സ്ത്രീകളെ കുറ്റം പറയുന്നതിന് മുമ്പ് ആരാണോ അവർക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കുന്നത് അവിടെ മുതലാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതെന്റെ മോൾക്ക് ധരിക്കാൻ പറ്റിയ കോലുള്ളതാണോ? ഇതുകൊണ്ട് എന്റെ പെൺകുട്ടിയുടെ ഔറാത്തുകൾ മറയോ? കാസിയാത്തുൻ ആരിയാത്തുൻ, വസ്ത്രം ധരിച്ചിട്ട് വിവസ്ത്രകളാണ്. മായിലാത്തുൻ മുമീലാത്ത്, അതിനു പുറമെ ആളുകളെ ആകർഷിക്കാൻ, വശീകരിക്കാൻ ചാഞ്ഞും ചെരിഞ്ഞും കുണുങ്ങിയും നടക്കും അവര്. പുരുഷന്മാരുടെ മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്ന നടത്ത രീതികൾ സ്വീകരിക്കും. അതിനു പുറമെ അവരുടെ മുടിക്കെട്ടുകൾ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ മുടിക്കെട്ടുകൾ ചുറ്റിവെച്ചിരിക്കുകയാണ് അവർ. ജനങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞ വാക്കിതാണ്, ലാ യദ്ഖുൽനൽ ജന്ന
സ്വർഗത്തിൽ ഈ സ്ത്രീകൾ പ്രവേശിക്കില്ല. വലായ ജിദിനരിഹ, സ്വർഗത്തിന്റെ മണം പോലും അടിച്ചു കിട്ടില്ല അവർക്ക്. 40 വർഷക്കാലത്തേക്ക് അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ പരിമളം എന്റെ പ്രിയപ്പെട്ട മാതാവിന്, എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക്, എന്റെ മോൾക്ക് നഷ്ടപ്പെടുമോ എന്ന ബേജാറ് ഓരോ ഡ്രസ് എടുക്കുന്ന മനുഷ്യന്റെ ചിന്തയിലുണ്ടാവണം. പുറത്തിറങ്ങുന്ന സമയത്ത് 4 തവണ ചിന്തിക്കണം, എന്റെ മകൾക്ക് ഇത് നഷ്ടപ്പെടുമോ, എന്റെ ഭാര്യ ഈ പോകുന്നത് ഈ അവസ്ഥയിലേക്കാകുമോ. ചിന്തകളോടെ, ബുദ്ധിപൂർവം, വിവേകത്തോടെ ജീവിതത്തിന്റെ നിലപാടുകൾ സ്വീകരിക്കുക. നരകത്തിന്റെ മോചനത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം ഒരു കാര്യവും നിസ്സാരമായി കാണേണ്ടതില്ല. നന്മകളിലേക്ക് മുന്നിട്ട് വരിക, പാപങ്ങളിൽ നിന്ന് ഇനിയും അകലേക്ക് ദൂരത്തേക്ക് മാറിപ്പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ നരകത്തിന്റെ മോചനം നമുക്കെല്ലാം പ്രദാനം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.